ദേശീയ ഗീതമായ വന്ദേമാതരം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ പ്രോട്ടോക്കോളിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ദേശീയ ഗീതവും ദേശീയ ഗാനവും ആലപിക്കേണ്ട ചടങ്ങുകളിൽ വന്ദേമാതരമായിരിക്കണം ആദ്യം പാടേണ്ടത് എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയത്. ഹിന്ദു ദേവതകളെ പരാമർശിക്കുന്നതും യുദ്ധാഹ്വാന സ്വഭാവമുള്ളതുമായ ഭാഗമടക്കം മുഴുവൻ വന്ദേമാതരവും ചെല്ലണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. അതായത് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും ഭരണഘടനാ ശില്പികളും ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകണം ഇനി ദേശീയ ഗീതം ആലപിക്കേണ്ടത്. ദേശീയ ഗാനത്തിന് തുല്യമായ പദവി ദേശീയ ഗീതത്തിനുമുണ്ടെന്ന ഭരണഘടനാ സഭയുടെ തീരുമാനത്തിന് കൂടുതൽ വ്യക്തത വരുത്തുന്നതാണ് മാർഗനിർദ്ദേശമെന്നാണ് കേന്ദ്ര നിലപാട്. ദേശീയ ഗീതം അടിച്ചേൽപ്പിക്കുന്ന ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്ത തീരുമാനമാണോ ഇത്? ആദ്യം എക്സ്ട്രാ. വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. ദേശീയ ഗാനത്തെ മറികടന്ന് ദേശീയ ഗീതത്തിന് മുൻഗണന നൽകുന്ന നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. ഉത്തരവ് കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതാണ് തീരുമാനം. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും മുൻനിർത്തി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നും CPIM ആരോപിക്കുന്നു. ഇന്ത്യയുടെ വൈവിധ്യത്തെയും ഭരണഘടനാപരമായ ആത്മാവിനെയും വെല്ലുവിളിക്കുന്നതാണ് ഉത്തരവെന്ന് ചൂണ്ടിക്കാട്ടി വന്ദേമാതരം അടിച്ചേൽപ്പിക്കൽ അംഗീകരിക്കാനാകില്ലെന്ന സംസ്ഥാന മുഖപത്രം സുപ്രഭാതം എഡിറ്റോറിയൽ എഴുതി. ഭരണഘടനയുടെ ആത്മാവിനോടും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളോടും പൊരുത്തപ്പെടാത്ത ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വന്ദേമാതരത്തിന്റെ 2 ഖണ്ഡികകൾക്കപ്പുറമുള്ള ഭാഗങ്ങൾ മുസ്ലിങ്ങളെ വ്രണപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന ടാഗോറിന്റെ നിലപാടും സുപ്രഭാതം എടുത്തു പറയുന്നു. കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശത്തെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും എതിർത്തിരുന്നു. തീരുമാനം ഭരണഘടനാ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അപലപിച്ചു. ആൽഡിക്സ് ന്യൂസ് മലയാളം. പുതിയ നിർദ്ദേശപ്രകാരം എവിടെയെല്ലാമാണ് വന്ദേമാതരം ആലപിക്കേണ്ടതെന്ന് നോക്കാം. രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ രാഷ്ട്രപതി വരുമ്പോഴും പോകുമ്പോഴും ആലപിക്കണം. ആകാശവാണിയിലും ദൂരദർശനിലും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മുമ്പും ശേഷവും ആലപിക്കണം. ഗവർണർമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും ഔദ്യോഗിക ചടങ്ങിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ആലപിക്കണം. പരേഡുകളിൽ ഉയർത്താനായി ദേശീയ പതാക എത്തിക്കുമ്പോൾ ആലപിക്കണം. കേന്ദ്ര സർക്കാർ പ്രത്യേക ഉത്തരവിറക്കുന്ന ചടങ്ങുകളിലും ഇത് ആലപിക്കണം. സ്കൂളുകളിൽ എല്ലാ ദിവസവും വന്ദേമാതരം ആലപിച്ച് പ്രവർത്തനം തുടങ്ങാമെന്നുമുള്ള നിർദ്ദേശമാണ് ഉള്ളത്. വന്ദേമാതരം അടിച്ചേൽപ്പിക്കലാണോ എന്ന സംശയവും ചർച്ചയുമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരത്തിൻ്റെ 6 ഖണ്ഡവും അടങ്ങിയ പൂർണ്ണ പതിപ്പ് ആലപിക്കണം. ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സംസ്കൃത വാക്കുകൾ കലർത്തി ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1870കളിലാണ് വന്ദേമാതരം രചിച്ചത്. 1896 രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി വന്ദേമാതരം ആലപിച്ചു. ദേശീയ വികാരത്തെ പ്രചോദിപ്പിക്കുന്നതായി കണ്ടെത്തിയതോടെ ബ്രിട്ടീഷുകാർ ഗാനം നിരോധിക്കുകയും ചെയ്തു. വന്ദേമാതരത്തിലെ അവസാന 4 ശ്ലോകങ്ങളിൽ രാഷ്ട്രത്തെ ഹിന്ദു ദേവതകളായി ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. ചില മുസ്ലിം നേതാക്കൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഇത് ചൂണ്ടിക്കാട്ടി ആശങ്ക അറിയിച്ചിരുന്നു. 1937 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ആദ്യ 2 ഭാഗം മാത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. 1950 ജനുവരി 24 വന്ദേമാതരത്തിന് ദേശീയ ഗീതം പദവി ലഭിച്ചു. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ അംഗീകരിക്കപ്പെട്ടു. 6 ഖണ്ഡവും ആലപിക്കണമെന്നത് BJP RSS ആശയ പദ്ധതി അടിച്ചേൽപ്പിക്കലാണ് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. സനീഷ, ഈ വിഷയത്തിൽ എങ്ങനെയാണ് ദേശസ്നേഹം ഉറപ്പാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. പ്രധാനമായും 2 തരത്തിലാണ് ഇതിനെ ഒരു ജനാധിപത്യ രാജ്യത്ത് വിലയിരുത്താൻ കഴിയുക. ഒന്ന്, ഇത്തരത്തിൽ പ്രത്യയശാസ്ത്രപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള നിർബന്ധിതമായ ഇടപെടലുകൾ. മറ്റൊന്ന്, ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ, നമ്മുടെ ആ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഭരണഘടനയെ കുറിച്ച് അഭിമാനം കൊണ്ടുള്ള ദേശസ്നേഹം. ഇത് ഏത് തരത്തിലാണ് സനീഷ് നോക്കിക്കാണുന്നത്? അല്ല, ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലേഖനമാണ് ഈ പറയുന്ന സുപ്രഭാതത്തിലെ എഡിറ്റോറിയലിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഹർഷ, അതായത് നമ്മുടെ ഇതൊരു ബഹുസ്വരതയുള്ള ഒരു രാജ്യമാണ്. ആ ബഹുസ്വരത ഉള്ള രാജ്യത്തിന് വേണ്ട ഉചിതമായിട്ടുള്ളൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അത് ഏതെങ്കിലും ഒരു മതത്തെ കുറച്ച് കാണുന്നില്ല, ഏതെങ്കിലും മതവിശ്വാസികളെ കുറച്ച് കാണുന്നില്ല, ഏതെങ്കിലും മതത്തെ മറ്റേതെങ്കിലും മതത്തേക്കാളും വിശ്വസ്തകളും മുകളിലായിട്ടും കാണുന്നില്ല. അതാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ എല്ലാ വിശ്വാസങ്ങൾക്കും ഒരുപോലെയാണ് ഇത് കൊടുത്തത്. നമ്മുടെ മതേതരത്വം എന്ന് വെച്ചാൽ മതങ്ങളെ മുഴുവനായിട്ട് നിഷേധിക്കുക എന്നുള്ളതല്ല, എല്ലാ മതങ്ങളെയും ഒരേപോലെ ബഹുമാനത്തോടെ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ഹിന്ദു ആണെങ്കിൽ എനിക്ക് മുസ്ലിങ്ങളോടും
ഇസ്ലാം മതവിശ്വാസത്തോടും എൻ്റെ മതത്തോടുള്ള പോലെ തന്നെ ബഹുമാനം ഉണ്ടാകണം, തിരിച്ചും ഉണ്ടാകണം എന്നാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. അപ്പം ഭരണഘടനയുടെ അനുശാസനത്തിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും ഡേ ടു ഡേ ലൈഫ് പോലും നടക്കുന്നത്. അപ്പോൾ ഭരണഘടനയിലെ ഈ അന്തസ്സത്തയെ നിഷേധിക്കുകയാണ് ഇതിനകത്തൂടെ ചെയ്യുന്നതെന്നാണ് ഈ സമസ്ത മുഖപത്രത്തിലൂടെ പറയുന്നത്. അത് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ വസ്തുതാപരമാണെന്ന് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് വന്ദേ മാതരത്തിൽ എന്താണ് പ്രശ്നം? അവരുടെ മുസ്ലിങ്ങൾ, ഇസ്ലാം മതവിശ്വാസികൾ വിഗ്രഹാരാധകരല്ല. അവരുടെ മതവിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള തത്വം തന്നെയും അവർ വിഗ്രഹാരാധകരല്ല, അവർ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹു എന്നവർ വിളിക്കുന്ന, അവർ അഭിസംബോധന ചെയ്യുന്ന ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവരുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെയും അതാണ്. അതിനെ നിഷേധിക്കുന്ന എന്തും അവർക്ക് അവരുടെ മതവിശ്വാസം നിഷേധിക്കുന്ന തുല്യമാണ്. അപ്പോൾ അവർക്ക് ആ അന്തസ്സ്, അവർ അന്തസ്സോടുള്ള ജീവിതം വകവെച്ച് കൊടുക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന, ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. ഓരോ പ്രധാനമന്ത്രിയും മന്ത്രിമാരും മറ്റുള്ളവരും അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ് നിയമത്താലും ഭരണ സംവിധാനത്താലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ ആ മതവിശ്വാസികളുടെ കൂടെ അന്തസ്സിനെ ഹനിക്കരുത് എന്നുള്ളത്. അവിടെ ഒരു പ്രശ്നം വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന അവിടെ ചില കോൺഗ്രസിൻ്റെ കാലത്ത് 1930-കളിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നം വരുന്നു വന്നപ്പോൾ വന്ദേ മാതരം നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗാനമാക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ മുസ്ലിം നേതാക്കൾ എന്ന് പറഞ്ഞു അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, അവിടെ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ചില ദൈവങ്ങളെ സ്തുതിക്കുന്ന, ഹിന്ദു മതത്തിൻ്റെ ചില ദൈവങ്ങളെ സ്തുതിക്കുന്ന വരികൾ അതിനകത്തുണ്ട്, ഞങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും പോലുള്ള ആളുകൾ രവീന്ദ്രനാഥ് ടാഗോറിനോട് ചെന്ന് ചോദിച്ചത്ര. അപ്പോൾ ടാഗോർ പറഞ്ഞു അത് പ്രശ്നം, അവർ പറയുന്ന വസ്തുതയാണ്, അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ആദ്യത്തെ 4 ഖണ്ഡിക മാത്രം വായിച്ചാൽ മതി, അതിനകത്ത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന വരികളാണുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ദേശീയ ഗീതമായിട്ട് ഈ വന്ദേ മാതരത്തെ, നമ്മുടെ വന്ദേ മാതരത്തെ ഈ പ്രത്യേക ഖണ്ഡികകളിലൂടെ മറ്റ് ഖണ്ഡികകൾ ഒഴിവാക്കിയിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഖണ്ഡികയിൽ എന്താണ്, ഈ പുറത്തു വരുന്ന ഖണ്ഡികയിൽ ഒഴിവാക്കിയ ഖണ്ഡികയിൽ ഒന്നിതാണ്, നീ ദുർഗയായി, ഞാനതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ChatGPT ഇട്ടിട്ട് വാങ്ങിച്ചാണ്, അതുകൊണ്ട് ചിലപ്പം ചില പ്രശ്നമുണ്ടാകും. നീ ദുർഗയായി 10 ആയുധങ്ങൾ ധരിച്ചവളാണ്, കമലാദേവിയായി കമലദലങ്ങളിൽ വിഹരിക്കുന്നവളാണ്, വിദ്യ നൽകുന്ന വാണിയായി ഞാൻ നിന്നെ നമസ്കരിക്കുന്നു, നിർമ്മലവും അതുല്യവും ഫലസമൃദ്ധവുമായ എൻ മാതാവേ നമസ്കാരം. ഇതെന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. എനിക്ക് വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നൊരു കാര്യമാണ്, ഒരു പ്രശ്നവുമില്ല. മുസ്ലിം മതവിശ്വാസികൾക്കും ഇതിനെ ഒരു എന്തെങ്കിലും എതിർപ്പുള്ളതൊന്നുമല്ല ഇതിനോട്. പക്ഷേ മുസ്ലിം മതവിശ്വാസികൾക്ക് അവരുടെ മതം അനുശാസിക്കുന്ന പ്രകാരം അവർക്ക് ഏക ദൈവം മാത്രമേ ഉള്ളൂ, മറ്റൊരു ദൈവത്തിനു മുന്നിൽ അവർക്ക് വണങ്ങാൻ പറ്റില്ല. അത് മുസ്ലിം മതവിശ്വാസികളുടെ പ്രശ്നമാണ്, അവരുടെ മതവിശ്വാസികളായിരിക്കുന്ന ബേസിക് പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ നോക്കൂ, ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, അതായത് ലാ ഇലാഹി ഇല്ലല്ല എന്ന് പറയുന്നത് എന്താണ്? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല, അല്ലാഹു അല്ലാതെ മറ്റൊരാളെ ആരാധിക്കരുത്, അല്ലെങ്കിൽ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ അർത്ഥമായിട്ട്. അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാം മതവിശ്വാസികളുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് എന്ന് വെച്ചാൽ മറ്റാരെയും ആരാധിക്കരുത്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. ഈ വരിയെ എടുത്തിട്ട് നമ്മുടെ ഒരു ദേശീയ ഗീതമായിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയാവില്ലല്ലോ ഹർഷ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു പല മതവിശ്വാസികളും ഇവിടെയുണ്ട്. ഹിന്ദു മതത്തിന് ബഹുദൈവ വിശ്വാസികളാണ്. ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒരുപാട് ദുർഗയെയും കമലാദേവിയെയും ഒക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ഹിന്ദുക്കൾ. അപ്പോൾ ഹിന്ദുക്കളുടെ മുന്നിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ ആരാധനക്കർഹൻ എന്ന് പറഞ്ഞാൽ അവരുടെ മതവിശ്വാസത്തിന് വിഘാതമാണ്. അപ്പോൾ ഒരു സർക്കാർ വന്നിട്ട് നിങ്ങളുടെ ദേശീയ ഗീതമാണ് ഈ പറയുന്ന ലാ ഇലാഹി ഇല്ലല്ലാ എന്ന വരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? ഈ കാര്യമേ അതിനകത്തുള്ളൂ, ഈ കാര്യം മാത്രമേ ഉള്ളൂ. അത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യം മാത്രമേ നമ്മുടെ ദേശീയ ഗീതമായിട്ടും ദേശീയ ഗാനമായിട്ടും പാടുള്ളൂ എന്നത് നമ്മൾ പറയുന്നതല്ല, സമസ്തയുടെ മുഖപത്രത്തിൻ്റെ ലേഖനം പറയുന്നതല്ല, നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ഈ മഹാമനീഷികളായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറും സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും അക്കാലത്തെ മഹാമനീഷികളായിട്ടുള്ള നമ്മുടെ ഈ രാജ്യത്തെ സൃഷ്ടിച്ചെടുത്ത, ഈ രാജ്യത്തെ അവരുടെ ചോരയാലും വിയർപ്പാലും അനവധിയായുള്ള സമരങ്ങളാലും ബൗദ്ധികമായുള്ള ഇടപെടലുകളാലും ഈ ചെതറിക്കടന്നിരുന്ന ജനസഞ്ചയത്തെ ഒന്നു ചേർത്തിട്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യർ, മഹാമനീഷികൾ നിബന്ധിച്ചൊരു കാര്യമാണ്. ആ നിബന്ധിച്ച കാര്യത്തെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നത്. എന്താണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് വസ്തുതാപരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും അത് ഇതിനകത്തുള്ള ഒരു പ്രശ്നം ചരിത്രപരം തന്നെയാണ്. ഓരോ ഘട്ടത്തിലൂടെ കടന്നു വന്നാൽ ഇത് ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഇതിന് ഈണം കൊടുത്ത് ചിട്ടപ്പെടുത്തി ആദ്യത്തെ വരികൾ ഈ മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അത് വളരെ ദേശസ്നേഹ പ്രചോദിതമാണ്. ആ മട്ടിൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തോടെ അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ബങ്കിം ചന്ദ്ര ചാറ്റർജി ആദ്യഘട്ടത്തിൽ എഴുതുമ്പോഴും ആ മട്ടിൽ ഈ മണ്ണിനെ നമസ്കരിക്കുന്ന മട്ടിലുള്ള ആദ്യത്തെ 2 പാരഗ്രാഫ് എഴുതുകയും പിന്നീട് ആനന്ദമഠം എന്നുള്ള നോവലിലേക്ക് അത് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അതിൻ്റെ ഘടന മാറുകയും ചെയ്തു.
അതിലേക്ക് ഒന്ന് ആ നോവലിൻ്റെ പശ്ചാത്തലം കൂടി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. ഇദ്ദേഹം ഈ കാലങ്ങളായി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ ഒരാളോ അതല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയോ മറ്റോ ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നാണ്. അങ്ങനെ അല്ല. അദ്ദേഹം എഴുതിയിരിക്കുന്ന നോവൽ യഥാർത്ഥത്തിൽ പക്ഷേ ഈ ഹിന്ദു രാഷ്ട്ര രൂപീകരണത്തിൻ്റെ ഏറ്റവും ആദ്യകാല രൂപരേഖ തന്നെയാണ്. ആ കാര്യത്തിലും തർക്കമില്ല. ആനന്ദ മഠ് അങ്ങനെ തന്നെയാണ്. 20 വർഷം മുമ്പ് കേസരിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മലയാളം. ഞാനത് വായിച്ചിട്ടുണ്ട്. അതെ, അതിന് കാരണമുണ്ട്. അതങ്ങനെ പബ്ലിഷ് ചെയ്യപ്പെടാനും അതങ്ങനെ വായിക്കണം എന്നുള്ളത് ഉറപ്പിക്കാനും ചില കാരണങ്ങളുണ്ട്. ഒന്ന്, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ദേശീയ ഗാനം നമ്മൾ ജനഗണമന ആലപിക്കുന്നത് അത് ദേശീയ ഗാനമായി അംഗീകരിക്കുന്നില്ലായിരുന്നു ഒരു ഘട്ടത്തിൽ സംഘപരിവാർ. അത് സംശയമില്ലാതെ ആദ്യഘട്ടത്തിലുള്ള ചർച്ചകളിലും തർക്കങ്ങളിലും എല്ലാം അത് ഉയർത്തിക്കാട്ടി തന്നെയാണ് ഹിന്ദുത്വവാദികളായ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അന്നത്തെ ചർച്ചകളിൽ അതായത് ഇതിനെ ദേശീയ ഗാനമാക്കുന്നതിനെ തന്നെ എതിർത്തിട്ടുണ്ട്. മാത്രമല്ല ഇത് ഈ വന്ദേ മാതരത്തെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ വന്ദേ മാതരത്തെ ദേശീയ ഗാനമായി കൊണ്ടുവരണമെന്നുള്ള ചർച്ച തന്നെ നടക്കുന്നത് എന്താണ്? അതിൽ ഈ പ്രധാനപ്പെട്ട ദേവീ രൂപങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ശരിക്കും ആ ദേവീ രൂപങ്ങളെ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 3 പ്രധാന ദേവീ രൂപങ്ങളെ ഉൾക്കൊള്ളിച്ചാണ് അതിൻ്റെ അവസാനത്തെ 5ാമത്തെ ഖണ്ഡിക പൂർത്തിയാവുന്നത്. അവസാനത്തെ അല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഖണ്ഡികയിൽ ആ ദേവീ രൂപങ്ങളെ ഉൾക്കൊള്ളിച്ച് തന്നെ വന്ദിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, ആരെ വണങ്ങാൻ പാടില്ല, അത് ആരെയും വണങ്ങാൻ പാടില്ല എന്ന വിശ്വാസമാണ് ഈ രാജ്യത്ത് കോടാനുകോടി വരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെ കൂടി ഉൾക്കൊള്ളുന്ന വളരെ പ്ലൂറലിസ്റ്റിക്കായ ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അതിനെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാവൂ എന്ന് ആരുകൂടിയാണ് പറഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോർ. ആദ്യം ഇതിനെ ചിട്ടപ്പെടുത്തി ആലപിച്ച രവീന്ദ്രനാഥ ടാഗോർ കൂടി പറയുന്നുണ്ട് അതിനെ അങ്ങനെ വേണം അവതരിപ്പിക്കാൻ. ഇതിൽ ഈ പറഞ്ഞ മുസ്ലിം വിദ്വേഷത്തിൻ്റെ അംശങ്ങൾ ആ നോവലിലുണ്ട്. അങ്ങനെ തന്നെയാണ് മുസ്ലിം വിദ്വേഷത്തിൻ്റെ അംശങ്ങൾ. അതായത് സനാതനികളായ ഈ പറയുന്ന സന്യാസിമാർ മുസ്ലിങ്ങളുടെ വീടുകൾ കത്തിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നതിനെ ഭയങ്കരമായി റൊമാൻറ്റിസൈസ് ചെയ്ത് ആ നോവലിൽ തന്നെ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പുറത്താണെങ്കിൽ ഏറ്റവും മോശം ഭാഷയിൽ ഒരു വലിയ സമൂഹത്തെ ഈ രാജ്യത്തെ, ഈ റിപ്പബ്ലിക്കിലെ, ഈ ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ആ കാലത്ത് അങ്ങനെ വിശേഷിപ്പിച്ച ഒരു നോവലാണത്. അതിനകത്തു നിന്നുള്ള ഒരു ഭാഗം എടുത്തിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുക. അതായത് ഇനി ഈ ചടങ്ങുകളെല്ലാം തുടങ്ങുമ്പോൾ ആദ്യം പാടേണ്ടത് ഇതാണ്. എത്ര നേരമാണ്? 3 മിനിറ്റ് 10 സെക്കൻഡ്. ദേശീയഗാനം എത്രയാണ്? 52 സെക്കൻഡേ ഉള്ളൂ അവസാന ഘട്ടത്തിൽ പാടാൻ. 52 സെക്കൻഡുള്ള ദേശീയഗാനത്തിനും മുകളിൽ 3 മിനിറ്റ് 50 സെക്കൻഡ് നീളത്തിൽ സനീഷ് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ദേവീരൂപങ്ങളെ സ്തുതിക്കുന്ന തരത്തിൽ, അതിനെ നമസ്കരിക്കുന്ന തരത്തിൽ ഇതിനെ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കണമെന്ന് ഇപ്പം നിർബന്ധിക്കുന്നതിൽ ഒരു ദുരുദ്ദേശമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. അത് ദുരുദ്ദേശം തന്നെയാണ്. കാരണം ദേശസ്നേഹം എന്നുള്ളത് എന്താണ്? ദേശം ഏതാണ്? ഈ ദേശം ഇന്ത്യ എന്നുള്ള ദേശം. ഇന്നിപ്പം നമ്മളുടെ റിപ്പബ്ലിക് അതാണല്ലോ. ഈ റിപ്പബ്ലിക്കിൽ ആരൊക്കെയാണ് ജീവിക്കുന്നത് തന്നീഷ്? ഇത്രയും വരുന്ന ഈ ജനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ കൂടി ജീവിക്കുന്ന, സിഖുകാർ ജീവിക്കുന്ന, ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന, മറ്റിതര മതസ്ഥരെല്ലാം ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം. ആ രണ്ടാമത്തെ രാജ്യത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതല്ലേ യഥാർത്ഥ ദേശസ്നേഹം? പിന്നല്ലേ ആ ബഹുസ്വരതയെ ഏകത്വം എന്ന് പറയുന്നതല്ല പ്രൈഡ്. അതല്ലേ ആ പ്രൈഡല്ലേ? ആ പ്രൈഡിനെ അല്ലേ കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത്? ഈ ബഹുസ്വരത ഇല്ല. ഈ ബഹുസ്വരതയോടെ ഇത്രയും കാലം ഇത്ര ഉറപ്പോടെ നിലനിന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ചല്ലേ നമുക്ക് അഭിമാനം തോന്നേണ്ടത്? അതിൻ്റെ അടിസ്ഥാനവും അടിത്തറ എന്താണ്? ആ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ സൗന്ദര്യമാണ്. ആ ഭരണഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ഭരണഘടനയോടുള്ള കൂറും അചഞ്ചലമായ ഭക്തിയും അത് ദേശസ്നേഹമായി ഉയർത്തിക്കാട്ടുന്നത് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക? മുഴുവൻ പേർക്കും. ആ സങ്കല്പം തന്നെ, അങ്ങനെ ഒരു സങ്കല്പം തന്നെ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ? ശരിക്ക് അത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ എങ്ങനെയാണ് ദേശസ്നേഹം ഉണ്ടാവേണ്ടത്? തെറ്റായ ദേശസ്നേഹവും സങ്കല്പവും എല്ലാം കൂടെയാണല്ലോ അവിടെ കുഴപ്പമുണ്ടാക്കിയത്. അപ്പോൾ ഇതിന് ശേഷം ഇതൊരിക്കലും ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരും ആഗ്രഹിച്ചത്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ഭരണഘടനയിൽ റിപ്പബ്ലിക്കിനോടുള്ള ആ അചഞ്ചലമായ കൂറ്, അതായിരിക്കണം ദേശസ്നേഹം എന്നത്. അത് ഓരോ പൗരനും ഉണ്ടാവേണ്ടതല്ലേ? അതിനു പകരം വിശ്വാസപരമായി ഈ നിലയ്ക്ക് ഉള്ള ഒരു പ്രശ്നമുള്ള ഒരു ഗീതം എല്ലാ പൊതുവേദികളിലും അവതരിപ്പിച്ചുകൊണ്ട് അതിനെ വണങ്ങാനും അതിനെ ബഹുമാനിക്കാനും നിർബന്ധിക്കുന്നത് എന്ത് വിചിത്രമായ അവസ്ഥയാണ് രാജ്യത്ത്. അത് ആർക്കെതിരെ ആയാലും. ഇപ്പോൾ ഈ നിറയ്ക്ക് നിർബന്ധിച്ച് ഇതൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു ഉദാഹരണം 2016-17 നമ്മൾ കണ്ടു. ഈ തിയേറ്ററിൽ ജനഗണമന പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അതിൻ്റെ പേരിൽ എത്ര ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. തനിഷ്, ഇവിടെ ഈ രാജ്യം എന്താണ്? വന്ദേമാതരം ചൊല്ലാത്തതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന രാജ്യമാണ് ഇപ്പോൾ. കേസുകളുണ്ട്.
അങ്ങനെയുള്ള കേസുകൾ ഈ രാജ്യത്തുണ്ട്. വന്ദേ ഭാരതിനപ്പുറം എന്താണ്, ജയ് ശ്രീറാം കൂടി നിങ്ങൾ വിളിക്കേണ്ടതുണ്ട് എന്ന് നിർബന്ധിക്കുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുരവസ്ഥ. അപ്പോഴാണ് സർക്കാർ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ കൂടി അതിൻ്റെ ഒപ്പം ചേരുകയാണ്. സർക്കാർ കൂടി ഈ പറയുന്ന വന്ദേ മാതരത്തെ ആ മട്ടിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ, ആ നിലയ്ക്ക് ആളുകളെ നിർബന്ധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ കാര്യമാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം സനീഷേ, ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുമ്പോൾ അത് ഫ്രിഞ്ച് എലമെന്റ്സ് ഓരോരുത്തർ ഈ കൊലപാതകം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ബന്ധമില്ല, അത് ഏതോ സേന എന്ന മട്ടിൽ കൈയൊഴിയുകയാണ് എപ്പോഴും സംഘപരിവാർ ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ്, ഇത് സർക്കാരാണ് ഇതിനെ നിർബന്ധിക്കുക. ഇനിയിപ്പോൾ എന്താണ്, അത്തരം ആക്രമണകാരികൾക്ക് കൂടുതൽ ഉത്സാഹമാകും. ഇവിടെ തിയേറ്ററുകളിൽ, കേരളത്തിൽ പോലും തിയേറ്ററുകളിൽ എഴുന്നേറ്റ് നിൽക്കാത്തവർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്കെതിരെ ഭയങ്കര കേസ് കൊടുക്കുന്നതോ ആയ സമീപനം ഉണ്ടായി കേരളത്തിൽ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ? കാര്യമായിട്ട് അതായത് അപ്പോൾ ഇത് തന്നെയും ഇത്ര നിർണായകമായിട്ടൊരു കാര്യം തീരുമാനിക്കുന്ന പോലും ഒരു ന്യൂനപക്ഷ സർക്കാരാണെന്ന് ഓർക്കണം. അതായത് ഇത് സ്വന്തം ഭൂരിപക്ഷത്തിൽ മാത്രം ഭരിക്കുന്ന രണ്ട് പാർട്ടികളുടെ കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടുകക്ഷി സർക്കാർ ഭരിക്കുകയാണ്. എന്നിട്ട് പോലും രാജ്യത്ത് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം, പ്രതിഷേധം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ സമസ്ത അവരുടെ മുഖപത്രം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവരുടെ ഉത്തരവാദിത്തം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഈ നിലപാട് പിൻവലിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന്. ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ആ ആവശ്യം ഇന്നിപ്പോൾ CPIM ഉന്നയിച്ചിട്ടുണ്ട്. 1937 INC സമ്മേളനത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിക്കുന്നതിനെ ചൊല്ലി ആശയക്കുഴപ്പം ഉടലെടുത്തിരുന്നു. രാജ്യസ്നേഹം, ഭക്തി എന്നിവയെല്ലാം ഇടകലർന്നതാണ് വന്ദേമാതരം എന്നതായിരുന്നു ആശയക്കുഴപ്പത്തിന് പിന്നിൽ. ഒടുവിൽ ടാഗോറിൻ്റെ ഉപദേശമാണ് അന്നത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ രാജ്യസ്നേഹത്തിൽ കേന്ദ്രീകരിക്കുന്നതാണെന്ന് ടാഗോർ ഉറപ്പു നൽകി. ആ വരികളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയും സമൂഹത്തെയും വേദനിപ്പിക്കുന്നതായി ഒന്നും കാണാൻ കഴിഞ്ഞില്ലെന്നും ടാഗോർ എടുത്തു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് വന്ദേമാതരത്തെ അംഗീകരിച്ചത്. പിന്നീട് അത് ദേശീയ ഗീതമായി മാറുന്നതുമെല്ലാം. മറ്റു മതവിഭാഗങ്ങളെ വ്രണപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് ഒഴിവാക്കിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി വന്ദേമാതരം ആലപിക്കാൻ BJP സർക്കാർ നിർദ്ദേശിക്കുന്നത് ഒട്ടും നിഷ്കളങ്കമല്ല. ബംഗാൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി അത്തരമൊരു തീരുമാനം എടുക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അത് ചോദ്യം ചെയ്യുന്നവരെ ദേശവിരുദ്ധരാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. RDX ഇവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.